എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു നാരക ചെടിയെയാണ്. സീഡ്ലെസ് ലെമൺ. പേര് പോലെ തന്നെ ഇതിന്റെ പഴങ്ങളിൽ വിത്തുകൾ കാണാറില്ല. വിത്തുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ കമ്പുകൾ മുറിച്ചു നട്ടാണ് നമ്മൾ ഇതിന്റെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. വയനാട് ഭാഗത്തുള്ള ആളുകൾ ഇതിനെ സ്നേഹത്തോടെ ഒടിച്ചുകുത്തി നാരകം എന്നാണ് വിളിക്കുന്നത്. കാരണം വളരെ ലളിതമാണ്. ഒരു കമ്പ് ഒടിച്ചെടുത്ത് മണ്ണിൽ കുത്തിവെച്ചാൽ പോലും വളരെ എളുപ്പത്തിൽ വേര് പിടിച്ച് വളരുന്ന ഒരു നാരക ഇനമാണ് ഇത്. ഇപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന എല്ലാ തൈകളും ഞാൻ സ്വന്തമായി ഗ്രോ ബാഗുകളിൽ കമ്പുകൾ നട്ട് പിടിപ്പിച്ച് വളർത്തിയെടുത്തതാണ്. കമ്പുകൾ നട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷം അതിന്റെ മേൽഭാഗം കൃത്യമായി കട്ട് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ തലഭാഗം വെട്ടിക്കൊടുക്കുന്നത് കൊണ്ടാണ് ചുറ്റും ധാരാളം പുതിയ ബ്രാഞ്ചുകൾ, അതായത് ശാഖകൾ പൊട്ടിമുളച്ച് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചെടിയിൽ തന്നെ ധാരാളം ബ്രാഞ്ചുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. ഒരൊറ്റ നാരക ചെടിയിൽ തന്നെ പലതരം നാരകങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്തിയെടുക്കുക എന്നതാണ് എന്റെ ഉദ്ദേശം. അതിനായി ചില മികച്ച സയോണുകൾ ഞാൻ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, എന്റെ കൈവശമുള്ളത് ഒന്നാം തരം മൾട്ട, നല്ല മധുരമുള്ള മൊസംബിയുടെ കമ്പാണ്. കൂടാതെ നമ്മൾ വീടുകളിലൊക്കെ സാധാരണയായി ഉപയോഗിക്കുന്ന ചെറുനാരകം, പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സമൃദ്ധമായി കായ്ക്കുന്ന മധുരമുള്ള ഒരു ഓറഞ്ചിന്റെ കമ്പ് എന്നിവയാണ് എന്റെ കൈവശമുള്ളത്. ഈ പലതരം സയോണുകളാണ് ഞാൻ ഇന്ന് ഈ ഒരൊറ്റ സീഡ്ലെസ് ലെമൺ മാതൃചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾ ഈ ചെടിയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഏകദേശം 15 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിന്റെ ഒരു ബ്രാഞ്ചിലേക്ക് ഒരു കറിനാരകത്തിന്റെ കമ്പ് ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിന്റെ റിസൾട്ട് കണ്ടോ? ആ ഗ്രാഫ്റ്റിംഗ് ജോയിന്റ് വളരെ നന്നായി കൂടിച്ചേർന്ന് പുതിയ തളിരിലകൾ വന്നിട്ടുണ്ട്. ഈ ഭാഗം വിജയകരമായി മാറിയിട്ടുണ്ട്. ഒരു ഗ്രാഫ്റ്റിംഗ് വിജയിക്കുന്നത് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഏതൊരു കർഷകനും അല്ലെങ്കിൽ ചെടികളെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും മാത്രമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു സന്തോഷം തന്നെയാണ്. ഇനി ഒട്ടും സമയം കളയാനില്ല. എന്റെ കൈവശമുള്ള ബാക്കി സയോണുകൾ കൂടി, മൾട്ട, മൊസംബി, അതുപോലെ ചെറുനാരകം, മധുരനാരങ്ങ എന്നിവയുടെ കമ്പുകൾ ഈ ബ്രാഞ്ചുകളിലേക്ക് വേഗത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കണം. ഇവയെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് പുതിയ തളിരുകൾ വന്ന് പൂർണ്ണമായി വളർന്നു വരുന്നതിന്റെ അടുത്ത ഒരു കിടിലൻ റിവ്യൂ വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ഉപകാരപ്പെടുകയും ചെയ്തു എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. വീണ്ടും കാണാം. നന്ദി.